ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. പക്ഷേ ഒരു ആദിവാസി കുടിലും ആരെയും ഉപദ്രവിച്ചില്ല. അതിന് ഇതവരുടെ സ്വന്തം നാടല്ലേ, വയൽനാട്. വയനാടൻ പുലരിമഞ്ഞില് ആവി പറക്കണ കട്ടൻ കാപ്പി പോലെ വരുന്നൊരു ചൂടുള്ള പെണ്ണ്. വയനാടൻ പുലരിമഞ്ഞില് ആവി പറക്കണ കട്ടൻ കാപ്പി പോലെ വരുന്നൊരു ചൂടുള്ള പെണ്ണ്. കുരുമുളകിട്ടൊരു ചിരിയാണ്, ഏലത്തിന്റെ മണമാണ്. കുരുമുളകിട്ടൊരു ചിരിയാണ്, ഏലത്തിന്റെ മണമാണ്. കരയുമ്പോൾ മഴ പെയ്യുന്നൊരു ചുരമാണ്. കരയുമ്പോൾ മഴ പെയ്യുന്നൊരു ചുരമാണ്. വയനാടൻ പുലരിമഞ്ഞില് ആവി പറക്കണ കട്ടൻ കാപ്പി പോലെ വരുന്നൊരു ചൂടുള്ള പെണ്ണ്. ചൂടുള്ള പെണ്ണ്. They are slaves, fatherless, being nameless, faceless species. Let those dogs work in our minds until they die. If we don't find gold, bury them right there. Come on. വെള്ളം വെള്ളം ഇതാ, അധികം കുടിക്കണ്ട, നടക്കാൻ കഴിയില്ല. ഇവന്മാര് നമ്മളെ വാങ്ങിയത് സാമൂതിരി ചന്തയിൽ നിന്നല്ലേ. അടിമയെ കൊല്ലാൻ വരെ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഒരിക്കൽ നമ്മളായിരുന്നു ഈ നാടിന്റെ നേരവകാശികൾ. അടുക്കാത്ത പെണ്ണാളെ അടുപ്പിച്ച് തന്നൊരു കുമാ, അടുക്കാത്ത പെണ്ണാളെ അടുപ്പിച്ച് തന്നൊരു കുമാ. അകുമാ കുമാ 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 അകുമാ കുമാ 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 അകുമാ കുമാ 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 അകുമാ കുമാ 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 കുമാ. വിരാജപ്പെട്ട ചുണ്ടികയ മാനിനങ്കരെ എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കരെ വിരാജപ്പെട്ട ചുണ്ടികയ മാനിനങ്കരെ. മാനിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാനിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാനിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്, മാനിനങ്കര തങ്കട്ടി മതുമ്മളാതുണ്ട്.
கொண்டு வா மஞ்சள் கொண்டு வா மானின் அங்க இருக்கு என்ன கொண்டு வா மஞ்சள் கொண்டு வா சுக்கட்டின் அங்க இருக்கு என்ன கொண்டு வா மஞ்சள் கொண்டு வா மானின் அங்க இருக்கு என்ன கொண்டு வா மஞ்சள் கொண்டு வா சுக்கட்டின் அங்க இருக்கு നാട്ടുകാലത്തില് നമ്മള് മാളത്തില് പടുത്തേൻ ഞാണോലിയിൽ തൊടുത്തേൻ. അൻപിടും പിടുത്തേൻ ഒന്നിലും വക്കിലും അവൾക്ക് മീതെ നൊങ്കൽ വരും നൊക്കൽ വരും. Anna, we have a guest today, one Mr. V. Nagel from Germany. He is a missionary. You see, 5 months ago, based on a note brought by traders, he set out for hill regions of Malabar. How long will he stay with us here? No, he will leave for Kannur this evening itself. I am now on the final stage of the Malabar Manual. Dear Lady Anna, thank you very much for your support. Oh, is it my duty? I'm so happy for you. Thank you so much. So, will Mr. Nagel join us this evening? Yes, it is expected that he'll arrive. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സായിപ്പേ, ഇതൊരു പ്രധാന വഴിത്താരയാണ്. നമുക്ക് സുവിശേഷം പറഞ്ഞങ്ങ് തുടങ്ങാം. ഞാനേ ആളുകളെല്ലാം വിളിച്ചു കൂട്ടട്ടെ. ഏത് സദ്വാർത്തയും ആദ്യം പങ്കുവെക്കേണ്ടത് കുട്ടികളോടാണ്. അവരിലൂടെയാണ് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത്. കുട്ടികളെ പറയൂ. സോപ്പ്, സൂപ്പ്, സാൽവേഷൻ. ആദ്യം വൃത്തി, അതിനുശേഷം സമീകൃത ആഹാരം, പിന്നെ മനസ്സിൻ്റെ ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിൻപും കൈകൾ വൃത്തിയായി കഴുകണം. ഭക്ഷണം സമയത്ത് കഴിക്കണം. പഴകിയതും തുറന്നു വെച്ചതും കഴിക്കരുത്. പിന്നെ വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് യേശുദേവൻ എന്ന് വിളിക്കാം. അദ്ദേഹത്തിനും കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. എല്ലാം ഞാൻ വഴിയേ പറയാം. വയൽനാട്ടിലേക്ക് ഒരു കുറിപ്പ് കൊടുപ്പാനുണ്ട്. ഭാവിയിലേക്ക് നീളുന്ന ഒരു പേപ്പർ ചുരുൾ. ഞാൻ പോകട്ടെ, നിങ്ങൾ ഒപ്പം കൂടുമല്ലോ.
കാട്ടിൽ തുമ്പിക്ക് ചോറൂണ് പഞ്ചമി നാളെ കാട്ടിൽ തുമ്പിക്ക് ചോറൂണ് തേനനടക്കടി പെണ്ണെ എടിത്തിരി കൊളുത്തടി പെണ്ണെ ഈ തേക്കടിയിലെ തേൻ പുഴയിൽ താലപ്പോല കിണ്ണ പൂവിട്ടേ Mr. Nagel, meet my wife Annie. ഹലോ, നൈസ് ടു മീറ്റ് യു. മിസ്റ്റർ നേഗൽ, ഞാൻ മലബാർ മാനുവലിൻ്റെ രചനയിലാണ്. നിങ്ങളും ഒപ്പം ചേരൂ. നമുക്ക് ഈ മലബാറികളെ സഹായിക്കണ്ടേ? സോറി മിസ്റ്റർ ലോഗൻ, എൻ്റെ വഴി വേറെയാണ്. നാളെ എനിക്ക് കണ്ണൂരിലേക്ക് പോകണം. ഇതാ ഈ പേപ്പർ ചുരുൾ സ്വീകരിക്കൂ. മിസ്റ്റർ ലോഗൻ, ഇത് താങ്കൾ വിശ്വസിക്കില്ല. ഇതൊരു പ്രവചന സ്വഭാവമുള്ള പേപ്പർ ചുരുളാണ്. ഇതാ സ്വീകരിച്ചാലും. ഞാൻ മലബാർ മാനുവലിന്റെ രചയിതാവ് വില്യം ലോഗന്റെ ഭാര്യ ആനി. എല്ലാ ആഘോഷങ്ങൾക്കും അവസാനം ഒരു നിശബ്ദതയുണ്ട്, ഒരു ശൂന്യത. പക്ഷേ ഇവിടെ ഈ മൗനം വാചാലമാകും. അവിടെ എനിക്കും ചിലത് പറയാനുണ്ട്. നിങ്ങൾ ഈ ഇടത്തിലേക്ക് കയറിയപ്പോൾ കണ്ടത് ഖനികളാണ്. സ്വർണം തിരഞ്ഞ് എൻ്റെ നാട്ടുകാരുണ്ടാക്കിയ തുരങ്കങ്ങൾ. മലബാറിൻ, വയൽനാട്ടിൻ, ഈ മലനാട്ടിൻ സ്വർണമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഏതാണ്ട് 35ഓളം ഗോൾഡ് മൈനിങ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ. പക്ഷേ നിങ്ങൾ ആദ്യം കണ്ടതുപോലെ ഇടുക്കൽ ഗുഹയിലും മറ്റും ഗോത്രജീവിതത്തിൻ്റെ സുവർണരേഖകൾ കാണാം. എന്തായാലും വയൽനാടിൻ്റെ മടിത്തട്ടിലേക്ക് തദ്ദേശീയ ഗോത്രവർഗത്തെ വനാന്തർഭാഗത്തേക്ക് പറഞ്ഞുവിട്ട് കുടിയേറ്റം ആരംഭിക്കുന്നത് 1890കളിലാണ്. അവർ കാടരുകുകൾ സ്വന്തമാക്കി കച്ചവട കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും ഉണ്ടാക്കി. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്ക കവിലുറഞ്ഞാടാൻ. ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന്, നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ. മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ കതിര കണ്ടാരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ കതിര കണ്ടാരോ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്ക കവിലുറഞ്ഞാടാൻ. ക്ഷമിക്കണം, കാട്ടുവാസികളല്ല, അവർ മണ്ണിന്റെ നേരവകാശികളാണ്. അവർ വനത്തിൽ നിന്നും ശേഖരിക്കുന്ന തേനും വന ഉൽപ്പന്നങ്ങളും അതിർത്തിയിൽ വെച്ച് മല കയറിപ്പോകും. നാട്ടുവാസികൾ അവർക്ക് പകരമായി നെല്ലും ഭക്ഷണ സാധനങ്ങളും കൊടുത്തിരുന്നു. ഓ സോറി, ഡാൻസ് തുടരാം. കുമിര കുമിര കുടികൊട്ടിന തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തലയിളക്കി മുടിയാട്ടി ഉയിരിൻ ഉയിരെ പാടൂ നമ്മളെ നല്ലേ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. കുടിയേറ്റം കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമുണ്ടായി. മധ്യകേരളം, വയൽനാടിന്റെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും. മലമ്പനിയോടും വന്യജീവികളുമായി പടവെട്ടി അവർ വന അതിർത്തിയിൽ പുതിയ ജീവിതഗാഥകൾ തീർത്തു.
प्रणवालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणांबुरासी धीं तारा जतुलतो प्राणमे नाट्यं चेसे गतुलतो नाम शतं मूल नतुलतो ना पैननी चुपुआ बेला ಪಕ್ಕಡ ವಯನಾಡನ್ನು ವಶಪಡಿಸಿಕೊಂಡಿದ್ದೇವೆ. ವಿರೋಧಿ ಸಾಲು ಬಂದ ಸ್ಥಳೀಯ ರಾಜರನ್ನು ನಾಸಿಕೆಯಿಂದ ಓಡಿಸಲಾಯಿತು. ಆದರೆ ಆ ಪಳಸಿ ರಾಜ ಇದು ಕೊಳ್ಳಬೇಕು. ಅವರು ಕುತಂತ್ರ, ಶಕ್ತಿ ಮತ್ತು ಜನಪ್ರಿಯ ಅನುಮೋದನೆಯಲ್ಲಿ ಉತ್ಕೃಷ್ಟಾದಿಗೆದ್ದರೆ ಇಡಬೇಕು. ಪಳಸಿ ರಾಜ ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു, ആരിവിടെ തേൻ കടന്നൽ കൂടു തകർത്തു, ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു, ആരിവിടെ തേൻ കടന്നൽ കൂടു തകർത്തു, ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു, സ്വാതന്ത്ര്യമേരെ നീലാകാശം പോലെ പാടുന്നതാരോ, കാറ്റോ കാട്ടരുവികളോ. വയൽനാടിനെ ടിപ്പുവിന്റെ കയ്യിൽ നിന്നും തിരികെ പിടിക്കാൻ നിങ്ങൾ സഹായിക്കണം. പിന്നെ ഇടനാട് നിങ്ങളുടേത് കൂടിയാവും. ഞങ്ങൾക്ക് ഒന്നും വേണ്ട, കച്ചവടം മാത്രം മതി. അല്ല, അത് നിങ്ങൾക്ക് കൂടി നല്ലതാണല്ലോ. ബ്രിട്ടീഷ് സഹായത്തോടെ ടിപ്പുവിന്റെ പട്ടാളത്തെ പഴശ്ശി തോൽപ്പിച്ചു. യുദ്ധാനന്തരം
കരം പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ മറ്റൊരു രാജാവിൽ ഏൽപ്പിച്ചു. പഴശ്ശിക്ക് അതിഷ്ടമായില്ല. അത് അദ്ദേഹത്തോട് കാട്ടിയ വലിയ അനീതിയായിരുന്നു. ബ്രിട്ടീഷുകാരോട് പഴശ്ശി യുദ്ധം പ്രഖ്യാപിച്ചു. കുറിച്യപ്പടയും കുറുമപ്പടയും ഒപ്പം കൂടി. കാടിളക്കുന്ന ഒളിപ്പോര്. വയനാടൻ കാടിന്റെ വഴിത്താരകൾ കൈരേഖകൾ പോലെ വശമുള്ള കുറിച്യരും കുറുമരും ബ്രിട്ടീഷ് സേനയെ ഛിന്ന ഭിന്നമാക്കി. പഴശ്ശിക്ക് വലിയ ജനപിന്തുണയുണ്ടായിരുന്നു. അദ്ദേഹത്തെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ചതിപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ കെണിയിൽപ്പെടുത്തി. ഒടുവിൽ ആ രാജസ്നേഹി സ്വയം മരണം വരിച്ചു. ചതിയുടെ അധ്യായങ്ങൾ എന്റെ നാട്ടുകാർക്ക് പുതുതല്ല. അല്ല, അതുതന്നെയാണവർ കരിന്തണ്ടനോടും ചെയ്തത്. നമുക്ക് ഈ മല കടക്കാൻ ഒരു വഴി വേണം. നമ്മുടെ എഞ്ചിനീയർമാർ they were a total failure. 3 വെള്ളച്ചാട്ടങ്ങൾ കടക്കണം. ചെങ്കുത്തായ മലകളും വന്യമൃഗങ്ങളും. ടിപ്പുവിനെ എതിർക്കാൻ we need weapons. പിന്നെ മലമുകളിലെത്താൻ ഒരു വഴി, അത് കണ്ടെത്തിയേ മതിയാവൂ. അടിക്കാടുകൾ ഞങ്ങൾക്കും അറിയാം. മാട് മേയ്ക്കാൻ പോയ കുറുവർക്ക് ഒരുപക്ഷെ കുന്നിൻ ചെരുവ് വരെ അറിയാം. അതിനുമപ്പുറം ആരും പോയിട്ടില്ല. ആവോ, പോയവരാരും മടങ്ങി വന്നിട്ടുമില്ല. പക്ഷേ മനുഷ്യനായി ജനിച്ച ഒരുത്തന്നെ അതിന് കഴിയൂ. Who is that? ആരാണ് അയാൾ? കരിന്തണ്ടൻ. ഏയ്, അത് അപകടമാണ്. കരിന്തണ്ടൻ അവരുടെ ഊര് മൂപ്പനാണ്. കാലങ്ങളായി പകർന്നു കിട്ടിയ അംശവളയും കയ്യിലൊരു അധികാരദണ്ഡും മറുകൈയിലൊരു അരിവാളുമായി അയാൾ കയറിപ്പോകാത്ത കാടും മലയും ഈ വയൽനാട്ടിലോ മലനാട്ടിലോ ഇല്ല. Then what about the wild animals? പറഞ്ഞില്ലേ, അയാൾ അതീവ ബലവാനാണ്. ശരി, വരാൻ പറയൂ. ഇത് എങ്ങൾക്ക് വേണ്ട, ഇത് പോതും. സൊല്ല്, എന്നെ വേണോ? കാട്ടിലൂടെ ഒരു വഴി വേണം. കരിന്തണ്ട, നീ വഴി കാട്ടണം. പ്ലീസ് മിസ്റ്റർ കരിന്തണ്ടൻ, എന്ന യജമാ ഇത് നാ വഴികാട്ടാ. ആനാ കാട് തീണ്ടി മുടിക്കരുത്. അത് കഴിക്കരുത്, വിഷമാണ്. അവിടെ ഉറങ്ങരുത്, അത് ആള് പിടിയൻ മരം. യുറേക്ക! ഒടുവിൽ നമ്മൾ മലനാടിന്റെ നെറുകിലെത്തി. മലനാട് കീഴടക്കി. കരിന്തണ്ടൻ ശക്തനാണ്. നമുക്ക് ഈ വഴിക്ക് കരിന്തണ്ടൻ വഴി എന്ന് പേരിടാം. യു ഫൂൾ! 3 ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഒറ്റ ഇന്ത്യൻ അൺഎഡ്യൂക്കേറ്റഡ് സ്ലേവ് കണ്ടെത്തിയെന്നത്
ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നാണക്കേടാണ്. നാളെ അവന്റെ പേര് ചരിത്രത്തിൽ വരാൻ പാടില്ല. പക്ഷേ ഞാനിത് ആരോടേലും അറിയാതെ പറഞ്ഞു പോയാ? ഇതെന്തു പറ്റി സാഹിബേ? അയാൾ തോക്കെടുത്ത് പരിശോധിക്കുകയായിരുന്നു. അബദ്ധത്തിൽ ഗായ്. ആ കരിന്തണ്ടൻ അവിടെ? നിങ്ങൾക്കുള്ള വെള്ളം എടുക്കാൻ പോയിരിക്കുകയാണ്. എന്താ സാഹിബേ? അയാളെ കൊല്ലണം. ഈ വഴിയുടെ അവകാശം ഞങ്ങൾക്കാണ്, ഞങ്ങൾക്ക് മാത്രം. കൊല്ലാനോ? എങ്ങനെ? അത് ഞങ്ങൾക്ക് വിട്ടു തരൂ. വിൽ സീ ദാറ്റ്. நாங்கள் உறங்கணும் தம்ரா. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞില്ലേ അയാൾക്ക് മന്ത്രശക്തി ഉണ്ടെന്ന്, മലദൈവങ്ങൾ കാവലുണ്ടെന്ന്. പിന്നെ എന്തു ചെയ്യും? മലദൈവങ്ങൾ കൊടുത്ത കാലങ്ങളായി കൈമാറി വന്ന അംശവടിയും വളയും കരിന്തണ്ടന്റെ ശക്തികളും വൈകാരിക സ്വത്തുക്കളാണ്. അത് അയാളുടെ കയ്യിൽ നിന്നും മാറിയാൽ അയാൾ മാനസികമായി തകരും. അങ്ങനെ തകർക്കാൻ കഴിഞ്ഞാൽ അയാളെ തോൽപ്പിക്കാം. അതെങ്ങനെ? ഹൗ ഇസ് ദാറ്റ് ഈവൻ പോസിബിൾ? ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും അയാൾ അത് ഊരിവെക്കാറുണ്ട്. ദൈവങ്ങളെ, ഏൻ വടി, ഏൻ വള. നിന്റെ ഒരു വള, വടി, മലദൈവങ്ങൾ, മൈ ഫുട്ട്. ഗുഡ് ബൈ കരിന്തണ്ടൻ. കരിന്തണ്ടനെ ചതിയിൽപ്പെടുത്തിയത് ഗോത്രജീവിതത്തെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവർ ഒത്തുകൂടി. நாங்கள் பகரம் செய்யும். கருந்தண்டன் மூப்பர் உயிராய் கண்ட இந்த வழி யாருக்கு ஒதுப்பதில்லை. കാട് കയറി മലമുകളിലെത്തിയാൽ ആനക്കൊമ്പും തേനും കുന്തിരിക്കവും കസ്തൂരിയും ചന്ദനവും കാട്ടിറച്ചിയും ഒക്കെ കിട്ടും. വന്യജീവികൾ ഇറങ്ങും മുമ്പ് നമുക്ക് പോകാം. നാങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കൊല്ലാനും സാവാനും തയ്യാറായവർ. കരിന്തണ്ടനെ എതിർക്കാൻ കഴിയില്ല. അയാളുടെ പ്രേതം നമ്മളെ കൊല്ലും. എത്ര കാളവണ്ടികളാണ് താഴേക്ക് മറിഞ്ഞത്. ആത്മാവ് ഗതി കിട്ടാതെ അലയുകയാണ്. നാനും നീയും സാവേറ്. നാളെ കുട്ടികൾ വേണ്ട, കുലം മുടിയും. ഞാള് ചാവും. വേണ്ട വേണ്ട. கொண்டாடுங்க
ഇനി ഇതാണ് മാർഗം. കരിന്തണ്ടനെ തളയ്ക്കാൻ മന്ത്രച്ചരട് വേണം. ആരന്റെ കണ്ടത്തില് ആരണ്ട കൊത്തണത്, ആരന്റെ തെങ്ങും മേല് ആരണ്ട ചെത്തണത്, നല്ല ചങ്കാവിലെ കോരന്റെ കുട്ടിയാണ് ഞാനണ്ട പാടത്തെ കരുമണി മുത്താണ്. കളിക്കും കോരനും കടിഞ്ഞൂല് ഞാനണ്ട, കാത്തൂനും ചിരുതയ്ക്കും കുഞ്ഞാഞ്ഞ ഞാനണ്ട. നടകാടെ നേരം പോയി മുമ്പേലും ഞാനുണ്ട്, മളരെ കൂട്ടിട്ട് കൊയ്യാനും ഞാനുണ്ട്. ഞാറുമുങ്ങണ് വരമ്പുമുടണ് നേരമങ്ങണ് കണ്ട, ഓളുമുങ്ങണ് ഓളുമുങ്ങണ് ഒപ്പമുണ്ടണ് കണ്ട, താത്തി കൊയ്യണ് താളത്തി കൊയ്യണ് നീട്ടി കൊയ്യണ് കണ്ട, വട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് താഴി നിറയ്ക്കണ് കണ്ട. പുള്ളയ്ക്ക് ജ്വരം, പെരിയ ജ്വരം, വൈദ്യനെ കാണണം. ഏത് വഴിയെ പോകണം? ഇന്ത വഴിയെ. இந்த வழி யாரும் போகக்கூடாது, நம்ம ஞாபகம் தானே. അപ്പം പകരം ചെയ്യ വേണ്ട. വേണ്ടപ്പാ, ഉള്ളതാനേ നമുക്ക് മുഖ്യം. അതെ, കുട്ടിയാണ് വലുത്. കുട്ടിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അന്ന് മലവാസികൾ ആദ്യമായി ആ വഴിയിലൂടെ ചുരമിറങ്ങി. അവർ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ വഴിയിലൂടെ ആശുപത്രിയിലേക്ക്. ബ്രിട്ടീഷുകാരും മന്ത്രവാദികളും നാട്ടുപ്രമാണിമാരും ചങ്ങലയുമായി മല കയറി. കരിന്തണ്ടനെ തളച്ചു എന്നവർ വിശ്വസിച്ചു. പക്ഷേ ഊരുകൂട്ടം അവരുടെ പ്രതികാരം ഒരു കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഉപേക്ഷിച്ചു. ഞാൻ ഈ സംസാരിക്കുന്നത് മിത്തും സത്യവും ഇഴ പിരിക്കാൻ കഴിയാത്ത സത്യസമാധികളുടെ കാലത്തെ ആളുകളോടല്ലേ. ഒരു ഇടവേള അനിവാര്യമാണ്. സമയമാം രഥത്തിൽ എന്ന പ്രത്യാശഗാനം രചിച്ച ആ ഭക്തനായ സാധു മനുഷ്യൻ നൽകിയ പ്രവചന സ്വഭാവമുള്ള ഈ ചുരുൾ ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. നന്ദി ലേഡി അന്നാലോകൻ. ഒരു കുട്ടിയിടവേള. അതിനുശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോഴേക്കും ലേഡി ലോഗൻ പോയിരിക്കും. നമുക്കൊരു പാട്ട് കേട്ടാലോ? कागज के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वही चला हाय रे. कागज के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वही चला हाय रे. उम्र का ये ताना वाना समझ न पाए रे, जुबा पे जो मोह माया नमक लगाए रे, के देखे न भाले न जाने न दाए रे. दिशाहारा केमन बोका মনটা রে, দিশাহারা কেমন বোকা মনটা রে, দিশাহারা কেমন বোকা মনটা রে, দিশাহারা কেমন বোকা মনটা রে.
लागे लागे रे लागे अगर मगर बारी बारी जिया को यूं उछाले जिया नहीं गेंद लागे लागे रे लागे माटी को ये चंदन सा माथे पे सजाए रे जुबा पे जो मोह माया नमक लगाए रे के देखे न भले न जाने न दाए रे दिशाहारा केमन बोका मुंटा 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 रे ও প্রাণ পাখি মরুই রাজা খাঁচা থেকে পীড়িত বড় জ্বালা রে বড় জ্বালা ও প্রাণ পাখি মন উইরা যা ബ്രിട്ടീഷ് പട്ടാളം പോയി. പകരം നാട്ടുപോലീസ് വന്നു. നാടിന് സ്വാതന്ത്ര്യം കിട്ടി. എന്നാലും അടിസ്ഥാനവർഗം അടിച്ചമർത്തലുകൾ അനുഭവിച്ചു. ഇതൊക്കെ പറയാൻ ഞാനാരാണെന്നല്ലേ? കേരളത്തിലെ വയൽനാട്ടിലെ ആദിമഗോത്ര കുട്ടികളെ ചേർത്ത് പിടിച്ച് ബദൽ വിദ്യാലയമുണ്ടാക്കി നാടകവും കവിതയും നോവലും എഴുതി ചരിത്രം അടയാളപ്പെടുത്തിയ ഒരച്ഛന്റെ മകൾ. ഈ ചുരുൾ പിടിക്കാനുള്ള യോഗ്യത അതുതന്നെയാണ്. എന്നെ ബൗൾ ഗായികയെന്ന് വിളിക്കണ്ട, ഒരു നാടോടി, ഒരു പാട്ടുകാരി എന്ന് വിളിച്ചാൽ മതി. 1970കളിൽ വയനാടൻ കാടുകളിൽ വെടിയൊച്ചകൾ കേട്ടു തുടങ്ങി. കൂലി കൂട്ടി ചോദിക്കുന്നവനെ കൂട്ടുപലിച്ച് ചേർത്ത് തല്ലടാ. കോരന് തല്ലല്ലേ തമ്പ്ര, അയ്യോ തല്ലല്ലേ തമ്പ്ര. എടാ കേളു, അവള് കൊള്ളാലോ. ഇന്ന് രാത്രി ഏമാനെ, അടിയങ്ങളുടെ കുടിലുകളിൽ ആ നാട്ടുപ്രമാണി. അങ്ങോട്ട് മാറി നിൽക്കണം, ഞാൻ നോക്കിക്കോളാം. നിന്റെ അമ്മ എവിടെയാടി? അവര് തോട്ടത്തിൽ പണിക്ക് പോയിരിക്കേ യമാനെ. നീ അങ്ങ് വലുതായല്ലോടി. ആ കുട്ടി ഈ പുഴയിലാ ചത്തു പൊങ്ങിയത്. ഹോ, തമ്പ്രാനെയും പോലീസിനെയൊക്കെ ഭയക്കണം. നമ്മൾ എന്തിനു ഭയക്കണം? അവരാണ് നമ്മളെ ഭയക്കേണ്ടത്. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും? തകർക്കണം. നമ്മുടെ അമ്മപെങ്ങന്മാരുടെ മാനത്തിനും മടിക്കുത്തിനും കൈവെക്കുന്നവരുടെ കൈയും തലയും വെട്ടണം. നക്സൽ ബാരികൾക്ക് അന്നത്തെ ശരികൾ അതൊക്കെയായിരുന്നു. വർഗീസിനെ വർഗീസ് പാറയിൽ വെച്ച് വെടിവെച്ചു കൊന്നു. പക്ഷേ എന്റെ അപ്പയും മറ്റും ജനകീയ ബദലുമായി മുന്നോട്ടു പോയി. നാട് എൻ വീട് വയനാട്, കൂട് എൻ മേട് ഈ വയനാട്. നാട് എൻ വീട് ഈ വയനാട്, കൂട് എൻ മേട് ഈ വയനാട്. വയനാട് 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 വയനാട്. ആദിവാസി കുട്ടികളെ തനത് ആയോധന കലകളും പാട്ടും പഠിപ്പിച്ചു.
കനവ് എന്ന സ്ഥാപനം പുതിയ തലമുറ അത്ഭുതത്തോടെ നോക്കുന്ന ഒന്നായി. എന്നാൽ അപ്പ നിരാശനായിരുന്നു. പുതിയ കാലത്തെ മാറ്റങ്ങൾ, ഇനിയുള്ളത് ഈ കാലത്തിന്റെ കൽപ്പനകളാണ്. അത് പറയാൻ ഈ പ്രവാചക ചുരുൾ ഞാൻ ഈ മിടുക്കനെ ഏൽപ്പിക്കുന്നു. ഇവൻ ആരാണെന്നല്ലേ? വെള്ളാർമല UP സ്കൂളിലെ ഒരു 7ാം ക്ലാസ്സുകാരൻ. വയനാടിൻ്റെ വെള്ളരിമലയുടെ മേപ്പാടിയുടെ പ്രാദേശിക ചരിത്രം. ഈ അസൈൻമെന്റ് ഞാൻ പൊളിക്കും. ഇത് ഉണ്ണിമാഷൻ്റെ കയ്യിൽ കൊടുക്കാം. ദേശവനത്തോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ഉടൻ തന്നെ വേദിയിൽ അരങ്ങേറുന്നതാണ്. ഗുജറാത്തി കാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ. മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ. ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ. ഓഴി ൊന്നനങ്ങുമ്പോൾ മലർ തേരിറങ്ങും അനുരാഗ പൂത്തിങ്കൾ. നിലയ്ക്കാത്ത മേളത്തിൽ നടനം തുടങ്ങുമ്പോൾ ഇനിയൊന്നു കൂടാമോ? അത്തര വേണം ഇത്തര വേണം അത്തര മാറ്റിന് പൊന്നും വേണം, പൂമഴ വേണം പൂക്കുട വേണം, ആശങ്കരളിനരികിൽ വേണം. ബർസെ ബർസെ ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ. മഴത്തുള്ളിയായി നാം ഇലത്താളിനുള്ളിൽ വിഴി തോർന്നു നിൽക്കുമ്പോൾ, ഒരു സൂര്യനെ പോൽ അവൻ എന്റെ ഉള്ളിൽ പൊൻപീലി നീർത്തി വന്നു. വിരലൊന്ന് തഴുകുമ്പോൾ ഇടം കണ്ണ് തുടിച്ചെന്റെ ഇടനെഞ്ചിലെന്തോ തുളുമ്പി. വേണം പൂത്തിരി വേണം മുന്തിരി വള്ളിയിലോ ഞാൻ വേണം.
അങ്ങനെ അമ്പലത്തിലെ ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞു. എല്ലാവരും പോയി. പക്ഷെ നമ്മൾ ഭക്തന്മാർക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ പോണേ. എടാ നിക്കടാ, നമ്മൾ വിശ്വാസികളെല്ലാം ഒന്നിച്ച് നിൽക്കണം. എനിക്ക് വേറെ പരിപാടിയുണ്ട്, ഞാൻ പോട്ടെ. മിത്രങ്ങളെ, അവൻ പോട്ടെ. നമ്മുടെ ഈ ചൂരൽമലയിൽ ജനവാസ മേഖലയിൽ ഒരു പള്ളി പണിയാൻ പോകുന്നു. ഇനി 5 നേരം മൈക്കിലൂടെ നിലവിളി കേൾക്കണം. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. പക്ഷേ മിത്രങ്ങളെ, ഉദ്ഘാടനവും സമാപനവും ഇന്ന് തന്നെ ആയിരിക്കും. അതെങ്ങനെ? ഇതൊന്നും നമുക്ക് പുത്തരിയുള്ള കാര്യമല്ല. പിന്നൊരു കാര്യം, ഇന്നവിടെ കോൽക്കളിയും ബിരിയാണി വെപ്പൊക്കെ ഉണ്ട്. ഇവിടുന്ന് നേരെ വെച്ച് കെട്ടി അങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കരുത്. ആരാ? എന്താ? ഞങ്ങളൊരു ഒപ്പ് ശേഖരിക്കാൻ വന്നതാ. ജനവാസ മേഖലയിൽ ഒരു മതക്കാരുടെ പള്ളി വരുന്നു. നമുക്ക് കളക്ടർക്ക് ഒരു പരാതി കൊടുക്കണം. നിങ്ങളൊരു ഒപ്പിട്ട് തരണം. ഞാനിതിൽ ഒപ്പിടില്ല. അവരും നമ്മുടെ സഹോദരങ്ങളല്ലേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി, നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽമലയിലൊരക്ഷര കൂടാരം, തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽമലയിലൊരക്ഷര കൂടാരം. പടിപടിയായി ഉദിച്ചുയർന്നീ അക്ഷര നക്ഷത്രം, നൂറുമേനി നിറവായി നാടിനു വെളിച്ചമേകുന്നു, വെളിച്ചമേകുന്നു. മക്കളെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലത്താണ് നമ്മുടെ ഈ പള്ളിക്കൂടം. പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ്. കലാപരിപാടികളൊക്കെ തയ്യാറാണല്ലോ അല്ലേ? പിന്നെ ഭക്ഷണം എല്ലാവർക്കും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. മകരം മഞ്ഞാലയാൽ പൊതിയും പൂമ്പാറ്റയെ, കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ, മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ. ഭീഗി 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 ഭീഗി, love you baby, hi biggie 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 biggie, love you baby. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. പുന്നരെ വരും കൊട്ടാരം,
നീലാവിലെ മഞ്ഞിൻ മേട്ടിൽ മാർബൽ കൊട്ടാരം. എന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ വേനൽ കയ്യാൽ തൊട്ടാ പൊട്ടും വെണ്ണക്കല്ലി ഞാൻ. വേഗേ 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 Love you, love you, love you, baby. ഹായ് വേഗേ 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 Love you, love you, love you, baby. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചീട്ടിയടിച്ചാട്ടെ, മഴ തുള്ളി തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. നിന്നെ കണ്ടപ്പോഴൻ കണ്ണിൽ മിന്നി നീലച്ചെന്തിനളം. മാറിൽ ചേർന്നപ്പോഴൻ ശ്വാസക്കാറ്റിൽ കേട്ടു ടിറ്റിത്താളം. ഹേ കിട്ടാമുട്ടല്ലേ നിന്നെ പട്ടാൽ മുഴല്ലേ, ചെന്താമര ചുണ്ടിൽ ചുണ്ടാൽ ചായം തെക്കൂലേ. കണ്ണെ കണ്ണാരേ കണ്ണൻ നീയല്ലേ, ആരോ രാവിൽ താനെ മൂളും മൂളെ പാട്ടല്ലേ. ഭീഗി 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 Love you, love you, baby. ഓ ഭീഗി 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 Love you, love you, love you, baby. അടുത്തതായി 7ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഡാൻസ്. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి. కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి. సోగులాడి స్వప్న సుందరి నీ మడత చూపు మా పటేల వల్ల పందిరి. రచ్చరాజ పుందె ఊపిరి నీ వంక చూస్తే గుండెలోన డీరి డిరిడిరి. తూనీగా నడుములోన తూట పెట్టి తుపాకి పెంచినామె తింగలి చిట్టి మగజాతి నట్ట మడత పెట్టి. ఆ కుర్చీని మార్చా పెట్టి ఆ కుర్చీని మార్చా పెట్టి మార్చా పెట్టి మార్చా పెట్టి మార్చా పెట్టి మార్చా పెట్టి പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി, മൺവാസന ഇന്നെൻ നെഞ്ചിൽ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ,
പൂമ്പൊടി തൂവാം നിൻ കാതിൽ പ്രണയമനോരഥമേറാം ഇന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടി ചെണ്ടല്ല വെറുമൊരു മിണ്ടാ പെണ്ണല്ല പാടില്ല പാടില്ല പാടാ കനവിൻ പല്ലവി വേണ്ട. ചന്ദ്രികാലോലമാം പൊൻകിന പന്തലിൽ നെഞ്ചും നെഞ്ചിൽ അനുരാഗപ്പൂക്കാലം. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. हिम्मत से नाचो थिरक थिरक यारो धरती हिला दो थिरक थिरक रे माटी का बादल उफक उफक जाए अंबर झुका दो थिरक थिरक रे लड़क भड़क बंदा हो खलक तलक बंदा हो फिकर फिकर जिंदा हो बंदा हो तबड़ तोड़क बंदा हो हलक तलक बंदा हो सबर शुकर जिंदा हो बंदा हो धड़पन रंगारे धड़कन अंगारे तन मन गंगारे जिंदा बंदा हो. अरे तन मन गंगारे जिंदा बंदा हो. झटपट झूमर घूमर झांझर पाने पैरों तले धुआं चले. अपना रुकना चलने दे झटपट झूमर घूमर झांझर पाने. എന്നാ അപ്പച്ച എന്നാ പറ്റി? എല്ലാം പോയി. ആകെ ഉണ്ടായിരുന്ന ഒരു തരി പൊന്നും അവള് പണയം വെക്കാൻ കൊണ്ടുപോയിരിക്കുക. ആശുപത്രി പോവാനാ. പണയം വെക്കാൻ വരട്ടെ, നമുക്ക് സ്നേഹം കൊണ്ട് പടുത്തുയർത്താം. JD ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് ഗോൾഡ്. നിങ്ങളുടെ പണയവസ്തുക്കൾക്ക് ഒരു പണത്തൂക്കം മുൻപിൽ JD ട്രാവൽസ് ആൻഡ് ഗോൾഡ്. ജെട്ടി ചേട്ടോ, സോറി ജെടി ചേട്ടോ. ഒരു സ്വപ്നം കാണാൻ സമ്മതിക്കുകയില്ല. എടാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല എന്നെ ജെട്ടി ജെട്ടി എന്ന് വിളിക്കരുതെന്ന്. JD ഓക്കെ ചേട്ടാ, എന്നെ കൂടെ ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കൂ. ആ, നീ എത്രാം ക്ലാസ്സിലാന്നാ പറഞ്ഞേ? 7ാം ക്ലാസ്സിൽ. അല്ല 7.5. ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്നവൻ വണ്ടി കഴുകാൻ പഠിക്കണം, എന്നിട്ടാണ് ഓടിക്കാൻ പഠിക്കുന്നത്. ആ നീ വാ കയറ്. എടാ, ഈ പുന്നപ്പുഴയുടെ അറ്റത്ത് എന്താണെന്ന് നിനക്കറിയാവോ? വലിയ സ്വർണ്ണഖനികളാ. തള്ളി മറിക്കൊന്നും വേണ്ട, ചേട്ടൻ ഇന്ന് വല്ലതും കണ്ടിട്ടുണ്ടോ? പിന്നില്ലാതെ. എടാ നിനക്കറിയാവോ, ഈ JD ചേട്ടൻ നാളെ ഒരു വാൻ വാങ്ങും, പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ്, പിന്നെ ഒരു സ്വർണ്ണക്കടയും. ഇരിക്കട്ടെ, JD ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് ഗോൾഡ്. ആട്ടെ, നിനക്കെന്താ വേണ്ടത്? ചേട്ടാ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതൊക്കെ പോട്ടെ, അവളെവിടെ പോയി? ഏതവള്? നമ്മുടെ സ്കൂളിലെ 6Bയിലെ ഉണ്ണിത്തേയി. ആ, വൺസ് അപ്പോൺ എ ടൈം ഞങ്ങൾ കൊണ്ടുപിടിച്ച ലവ് ആയിരുന്നു. എന്നിട്ടോ
ഉണ്ണിമാശി പൊക്കി. രണ്ടുപേരും കരയണ്ട, ഇതൊക്കെ ഈ പ്രായത്തിൽ സ്വാഭാവികമല്ലേ. കരച്ചിൽ നിർത്തടാ. ജോലി കിട്ടുന്നത് വരെ മര്യാദയ്ക്ക് രണ്ടുപേരും പഠിച്ചോണം കേട്ടോ. നല്ല സുഹൃത്തുക്കളായിരിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ റെഡി. എന്നാ ഞാനും ഓക്കെ. മാഷേ, എന്നാ ഞാൻ പോവാ. അവിടെ നിക്കടി. ഒരു വാക്കല്ലേ, അതങ്ങ് തെറ്റിക്കണം. ഉണ്ണിമാഷിന് കൊടുത്ത വാക്കാ. ഗെയിമും കളിച്ച് ഇടയ്ക്കേ വെച്ച് നടന്ന ഞാനാ. എന്നെ 4 അക്ഷരം പഠിപ്പിച്ചതും ഉണ്ണിമാഷ. അതുകൊണ്ട് മാഷിനെ ചതിക്കാൻ ഒക്കുകയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വാക്ക് തെറ്റിക്കാം. അല്ല, ഞാനിത് ആരോടായി പറയുന്നത്? സത്യവാൻ ഇവിടെ ഇരുന്നാട്ടെ, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. എങ്ങോട്ടാ ജേഡി? ഈ കൊച്ചു പിള്ളേരോട് സംസാരിച്ചിരിക്കലല്ല എൻ്റെ പണി. ഐ ആം എ ടൂർസ് ആൻഡ് ട്രാവൽസ്, യു നോ. ഐ ആം അല്ല, ഐ ഹാവ്. അത് തന്നെ. അല്ല, ഇന്ന് ആരെയാ പറ്റിക്കുന്നേ? പറ്റിക്കാനോ? ഞാനോ? ഓളാണീച്ച് കുറച്ച് സായിപ്പന്മാർ, സ്കൂൾ കോളേജ് പിള്ളേർ, അങ്ങനെ ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റമായിരിക്കും. ആയിക്കോട്ടെ, എന്നാ ഞാനും പോവാ. എടാ നിക്കടാ, പോവാതെ. ഞാൻ പറഞ്ഞു തീർന്നില്ല. എനിക്ക് കേട്ട് മതിയായി. വലിയ തിരക്കുള്ള ആളല്ലേ, എനിക്കുണ്ട് തിരക്ക്. നിനക്കെന്നാ ഇത്ര തിരക്ക്? നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കേരളോത്സവം പരിപാടിയുണ്ട്. പാട്ടും ഡാൻസും അടിപൊളിയായിരിക്കും. എന്നാ ഞാനും വരുന്നു. മനസ്സിൻ മുറിയുടെ ജാലകമോ തുറന്നിടാം, നമുക്കീ ഉലകിൻ ജാതകമോ തിരുത്തിടാം. ചെറുവാടകയാൽ ഇളമാരുതനെ സഹയാത്രികനാക്കിയിടാം. മലയുടെ മാറുമറയ്ക്കാൻ ചേലയൊരുക്കും മഞ്ഞു പുതച്ചിടാം. ഇണങ്ങാതെ ഇണങ്ങിടാം, ഇറങ്ങാതെ പറന്നിടാം. മയിലേ കുയിലേ വെയിലേ മുകിലേ വെറുതെ അലയാമതിലേ ഇതിലേ ഒഴുകാമുയരേ അഴകിൻ വഴിയേ. മേലെ മേലെ വാനിലെ നീലവാനിലെ പറവകളായിടാം. പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മദിരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ. ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം. ഈ പെൺപിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കുന്ന മൊരട്ട് സിംഗിൾ. ആ ശിങ്കാരി മേളത്തിത്തുള്ളു ആ ചെങ്കതള്ളി പോലെ കണ്ണ്. നടരാജന് നേതിച്ച പുല്ലിത് തഞ്ചാവൂര് മാണിക്കക്കല്ല്. തീരം തേടും തിരയുടെ പാട്ടിൽ നാടകത്തിൽ ഉണർത്തുമതാലതയായി പ്രേമം പൂക്കും മുകിലിൻ വേണ്ടിൽ രാമവൃത്തമുണർന്നു വിലാസിനിയായി നർത്തനം തീരം തേടും തിരയുടെ പാട്ടിൽ നാടകത്തിൽ ഉണർത്തുമതാലതയായി പ്രേമം
രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം അധര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം ഹേ ഒരു അറിയിപ്പുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ കാരണം നമ്മുടെ കേരളോത്സവം കലാപരിപാടികൾ 2 ദിവസം കഴിഞ്ഞ് ഇതേ വേദിയിൽ തന്നെ നടക്കുന്നതായിരിക്കും. ആ ഉണ്ണിമാഷേ, നിങ്ങളുടെ പരിപാടിയും കണ്ടുകൊണ്ടിരിക്കുവാണോ? പുഴയിൽ നിറച്ച് വെള്ളമാ. 3 ദിവസം നിർത്താതെയുള്ള മഴയാ. നാളെ അവധിക്ക് വേണ്ടി ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ ഹലോ, ഡി ഓഫീസ് അല്ലേ? വെള്ളാർമലയിലെ ഉണ്ണിമാഷാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇവിടെ കനത്ത മഴയാണ്. അതെ, പേരൻസ് ഒക്കെ അവധി വേണമെന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ മഴ സാഹചര്യങ്ങളെക്കുറിച്ച് സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. വടക്കൻ ജില്ലകൾ അതീവ ജാഗ്രതയിലാണ്. 5 വടക്കൻ ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഹലോ, അതെ, JD ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. വയനാട് പാക്കേജ് ഉണ്ടല്ലോ. കോളേജോ? ആയിക്കോട്ടെ. ക്യാമ്പ് ഫയർ ഒന്നും പറ്റില്ല. 4 ദിവസമായിട്ട് നല്ല മഴയാ. അല്ല, പിന്നെ വേണമെങ്കിൽ നമുക്ക് റെയിൻ ഡാൻസ് സെറ്റ് ചെയ്യാം. മഴ പെയ്യണം മഴ പെയ്യണം മഴ തെന്നി തെന്നി പായണം മഴ പെയ്യണം മഴ പെയ്യണം മഴ തെന്നി തെന്നി പായണം ബാരിഷ് ഹോ മഴ പൂക്കണം മഴ തുള്ളി തുള്ളി ചാടണം മഴ പൂക്കണം മഴ തുള്ളി തുള്ളി ചാടണം ബാരിഷ് ഹോ കാറ്റിൻ നീറ്റുപാട്ടിൽ ഒരു ചാറ്റൽ ചില്ലു കൂട്ടിൽ മിന്നൽ തെന്നലാവാം ഒരു മിന്നാ മിന്നിയാവാം ദും തറ 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 ദും തറ 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 ദും തറ തറ ദും തറ തറ ദും ദും തറ. കനത്ത മഴയെ തുടർന്ന് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടൽ സാധ്യത. വയനാട് ജില്ലയിൽ കാലാവസ്ഥാ കേന്ദ്രം നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ലൈനിലുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഹലോ അഭിലാഷ് കേൾക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടെ? സുഭാഷ് കേൾക്കുന്നുണ്ട്. അതെ, ഞാനിപ്പോൾ ചൂരൽമലയിലാണുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവിടെ കനത്ത മഴ തുടരുകയാണ്. പോലീസും ഫയർഫോഴ്സും ജാഗരൂകരാണ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഗവൺമെന്റ് നൽകി കഴിഞ്ഞു. അധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് ചിലരൊക്കെ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നുണ്ട്. പക്ഷെ ചിലർ ഇപ്പോഴും ഇവിടുന്ന് പോകാൻ തയ്യാറല്ല. ഓക്കെ അഭിലാഷ്, സുരക്ഷിതമായി തുടരൂ. എന്തായാലും ഈ രാത്രി നമുക്ക് വിലപ്പെട്ടതാണ്. എന്റെ പൊന്നു സായിപ്പേ, ഈ പെരുമഴത്ത് ഞാനിതെന്നാ ചെയ്യാനാ? പിന്നെ വൈബ് ഈ മഴയത്ത് വഴി ഉണ്ടാക്കാം. ഐ വിൽ കം. ഓക്കെ. സായിപ്പേ, ഇതാണ് വയനാടിൻ്റെ നൈറ്റ് വൈബ്. ക്ലോസ് യുവർ ഐസ്. ഇങ്ങനെ കണ്ണടച്ച് നിന്നാൽ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാം. ദ മ്യൂസിക് ഓഫ് നൈറ്റ്. Oh, that's great. Here you go, man.
Have some money. ഓ വേണ്ടായിരുന്നു. സാഹിബേ, എന്തോ പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് അലേർട്ടായിട്ട് നിൽക്കും. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കൂടിയോന്നൊരു സംശയം. ചിലപ്പോഴാണെങ്കിൽ മലയിൽ ഉരുള് പൊട്ടിക്കാണും. പേടിക്കണ്ട, നിങ്ങൾ സേഫാണ്. ഐ വിൽ ബി ബാക്ക് സൂൺ. ബി സേഫ്. ആരെങ്കിലും ഓടി വരണേ. ഈ പിള്ളേരൊക്കെ ഹലോ, കൺട്രോൾ റൂം അല്ലേ? ഉരുളുപൊട്ടി ഞങ്ങളുടെ വീട് ഒഴുകിപ്പോയി. ഞങ്ങളെ രക്ഷിക്കണം. മോളെ സൂക്ഷിച്ച്, കൈവിടല്ലേ. അമ്മ, എനിക്ക് പേടിയാവുന്നു. മോള് പേടിക്കണ്ട കേട്ടോ, അമ്മയില്ലേ കൂടെ? അമ്മേ, അമ്മേ, ആന, കൊമ്പ, നീ ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഉള്ളതെല്ലാം പോയി. ഞാനും എൻ്റെ മോളും ഇത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ. ചൂരന്മലയിൽ ഉരുളുപൊട്ടിയേ. എല്ലാവരും പള്ളിയിലേക്ക് ഓടി വരണേ. നമ്മുടെ സ്കൂള് പോയി, അമ്പലം പോയി, എല്ലാം പോയി. പള്ളി സുരക്ഷിതമാണ്. എല്ലാരും ഓടി വരണേ. എല്ലാരും ഇങ്ങോട്ട് പോര്. അയ്യോ, കൊച്ചവിടെ. അയ്യോ, പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം. അയ്യോ, എന്റെ കുഞ്ഞവിടെ. ആരും ഭയപ്പെടണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. കുട്ടികളെവിടെ? മുതിർന്നവരും കുട്ടികളെ ആദ്യം രക്ഷിക്കണം. ഞങ്ങളുടെ ഒരു ടീം തന്നെ ഇപ്പൊ അവിടെ എത്തും കേട്ടോ. ഒന്ന് ചേർത്ത് പിടിക്കേ. പതുക്കെ പതുക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ചേ. ആ കൊച്ചിനെ ഒന്ന് പിടിച്ചേ. ആ പോരട്ടെ, അങ്ങനെ തന്നെ. ആ പിടിച്ചോ. ആ കയറ് നോക്കാൻ. എന്നെ വിട്, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. എല്ലാം പോയില്ലേ? വേണ്ട, നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. നിന്റെ കൂടെ എപ്പോഴും കാണാറുള്ള സുബൈറില്ലേ, അവനെ ആ പാലത്തിനടിയിൽ കിട്ടിയിട്ടുണ്ട്. എടാ പോയടാ. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ലടാ അവനിപ്പോ. ചേട്ടാ, ഇതവൻ സ്കൂളിൽ വെച്ച് 2 ദിവസം മുമ്പ് തന്നതാ.
എല്ലാവരും പോയി. ഒരു കുട്ടി 7ാം ക്ലാസ്സുകാരൻ. അവൻ്റെ കയ്യിലെ ഒരു അസൈൻമെൻറ്റ്. ചെളി പിടിച്ച ഈ പേപ്പറിൽ അവൻ്റെ ബ്ലോഗുകളുണ്ട്, കവിതയുണ്ട്, കഥകളുണ്ട്. അതിലൊരു കഥയിൽ പ്രളയം വന്ന് എല്ലാവരും ഒഴുകിപ്പോകും എന്ന് പ്രവചന സ്വഭാവത്തിൽ എഴുതിയിട്ടുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് 60 കുട്ടികളാണ് മരണമടഞ്ഞിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും കൂടിയേക്കാം. അവരുടെ ആത്മാക്കൾക്ക് മുമ്പിൽ ഒരു നിമിഷം സമന്വയയുടെ ഈ കൂടിച്ചേരൽ ശിരസ് നമിക്കുന്നു. ദുരന്ത കാരണങ്ങളിൽ പണ്ട് ബ്രിട്ടീഷ് അധിനിവേശകാലത്തെ സ്വർണ്ണ ഖനനം മുതൽ അവരുപേക്ഷിച്ച ഇടങ്ങളിൽ ലാഭക്കൊതിയോടെ തുടങ്ങിയ നാണ്യവിള കൃഷിയും അവയുണ്ടാക്കിയ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയും തുടങ്ങി പുതിയ കാലത്തിൻ്റെ പാറമടകളും റിസോർട്ട് ടൂറിസവും വരെ നീളുന്ന കാരണങ്ങളുണ്ട്. എന്നാൽ കുട്ടികൾ ഇന്നത്തെയും നാളത്തെയും തലമുറയാണ്. അവരുടെ പഠിക്കാനും ജീവിക്കാനുമുള്ള അവകാശങ്ങൾ നാം സംരക്ഷിച്ചേ മതിയാവൂ. ഉയിർ പൊള്ളുമ്പോൾ വ്യഥ പേറുമ്പോൾ മലയാളം ഒന്നാകി കരഞ്ഞിടുമ്പോൾ കാണുന്നില്ലേ വിരിമാറിൽ നിന്നൊഴുകും പുഴ വ്യഥയായി പടരും നിന്ന് വാനോളം കാത്തോരാ നാട് ഭൂമിയിലായി തന്നോരാ സ്വർഗം കരയിൽ ഇനിയും ഞങ്ങൾ മലയാളികൾ തുണ നൽകിയിടും ഞങ്ങൾ മലയാളികൾ ഒന്നിച്ചൊന്നായി തീർക്കും നാളെ ഒന്നിൽ തേരിൽ അധ്വാനങ്ങൾ ഒന്നിച്ചൊന്നായി തീർക്കും നാളെ ഒന്നിൽ തേരിൽ അധ്വാനങ്ങൾ എന്നും ചേർത്തിടും നെഞ്ചോരം വയനാടേ നിന്നെയും കരയിൽ ഇനി തെല്ലും മലയാളം ഒന്നായി കൂടുണ്ട്. ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഈ വിഷയം എടുക്കുന്നതിലെ ഒരു അനൗചിത്യം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ട്. എന്നാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുട്ടികളെ വളരെയധികം ബാധിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ സമൂഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നും അത് മറഞ്ഞു പോകുന്നു. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കണം. ഇങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് അവരെ സംരക്ഷിക്കുവാൻ, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സർക്കാർ സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തയ്യാറാകണം. ആ ഓർമ്മപ്പെടുത്തൽ അത് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഒരു പ്രധാന ചുമതലയായി ഞങ്ങൾ കാണുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലെ രീതിയിൽ ഞങ്ങൾ എടുക്കാനായിട്ട് കാരണം. നമുക്ക് ഒന്നിച്ച് ഈ ഒരു തീരുമാനത്തിലേക്ക് കടന്നു പോകാം. ഉയിർ പൊള്ളുമ്പോൾ വ്യഥ പേറുമ്പോൾ
മലയാളം ഒന്നാകി കരഞ്ഞിടുമ്പോ കാണുന്നില്ലേ വിരിമാറിൽ നിന്നൊഴുകും പുഴ വ്യഥയായി പടരും നിന്ന് വാനോളം കാത്തോരാ നാട് ഭൂമിയിലായി തന്നോരാ സ്വർഗം കരയിൽ ഇനിയും ഞങ്ങൾ മലയാളികൾ തുണ നൽകിയിടും ഞങ്ങൾ മലയാളികൾ ഒന്നിച്ചൊന്നായി തീർക്കും നാളെ ഒന്നിൽ തീരിൽ അധ്വാനങ്ങൾ ഒന്നിച്ചൊന്നായി തീർക്കും നാളെ ഒന്നിൽ തീരിൽ അധ്വാനങ്ങൾ എന്നും ചേർത്തിടും നെഞ്ചോരം വയനാടേ നിന്നെയും കരയിൽ ഇനി തെല്ലും മലയാളം ഒന്നായി കൂടുണ്ട് ഇതാണ് BCMന്റെ ഒരു മുഖം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ എല്ലാ കുട്ടികളെയും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒരു നല്ല ഈ ഒരു പ്രോഗ്രാമിന്റെ ഡയറക്ടർ നമ്മുടെ മൂത്ത മകനായ ഷൈനോജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷൈനോട് BCMന്റെ മൂത്ത പുത്രന് എല്ലാ സന്ദേശങ്ങളും പറയാറുള്ളത്. അതെന്നെയാണ് ഹയർ സെക്കൻഡറി ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണ്. പക്ഷേ നമ്മുടെ ഹോമിലെ കുഞ്ഞുങ്ങൾ അവർ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്തു. രക്ഷയിലാണ്. നല്ല കൈ കൊടുക്കാം. സമന്വയ സമിതിയുടെ കോർഡിനേറ്ററാണ് ജെഡി. നല്ല കൈ കൊടുക്കാം. നല്ല കൈ കൊടുക്കാം. അവർക്ക് നല്ല കൈ പ്ലീസ്. ഓളത്തിന്റെ ഡാൻസ് ടീം എവിടെയാണ് കണ്ടില്ല. നല്ല രസമാണ്. നിങ്ങൾ ബാക്കപ്പ് ചെയ്തു. നല്ല കൈ കൊടുക്കാം. സപ്പോർട്ട് ചെയ്ത രാജസംസ്കൃതി ആർട്ടിസ്റ്റ് സപ്പോർട്ട് നൽകാനും നല്ല കൈ കൊടുക്കണം. സുഹൃത്താണ്. ഇതിന്റെ ഇങ്ങനെ കിട്ടിയ ഒരു ഭാഗ്യം. ഒരുപാട് കാലങ്ങളിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പങ്കുവയ്ക്കാറുണ്ടെങ്കിൽ വരാൻ സമയം കിട്ടി. എനിക്കിവിടെ കിട്ടി. അതൊക്കെ ഭാഗ്യമാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ സന്തോഷം. വളരെ അഭിമാനത്തോടുകൂടിയാണ് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ ഇഷ്യൂ ഇത്രയും ആളുകളെ വെച്ച് ഇത്രയും അധികം സ്പേസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ മനോഹരമായി
സന്ദേശവും എന്ത് തിയറിയും സാധാരണ